തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഇനി ഒരു മണിക്കൂർ പോലുമില്ല. ഏതാനും മിനിറ്റുകൾക്കകം വോട്ടെണ്ണൽ ആരംഭിക്കുന്നു എന്ന് പറയാവുന്ന വിധം വോട്ടെണ്ണൽ അടുത്തെത്തിയിരിക്കുന്നു. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ്. 243 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മോദിയാണോ അതോ നിതീഷും ലാലുവുമാണോ വിജയികളാവുക എന്ന് അറിയുന്ന തെരഞ്ഞെടുപ്പ് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബാധിക്കും എന്നതിനാൽ അതിനിർണായകമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ വോട്ടെണ്ണലിന് മുമ്പുള്ള വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, 1 മണിക്കൂർ ഇനിയില്ല, കഷ്ടി 1 മണിക്കൂർ മാത്രം വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് വേണ്ടി. പുതുതായി എന്തൊക്കെ പറയാനുണ്ട്, എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനാകും? സന്തോഷ്. MBC ഇതുവരെ മൗനം പാലിച്ചിരുന്ന BJP സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. BJPയുടെ മുസ്ലിം മുഖമായിരിക്കുന്ന ബീഹാറിൽ നിന്നുള്ള നേതാവ് ഷാനവാസ് ഹുസൈൻ അല്പസമയം മുമ്പ് പട്നയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. പാർട്ടി മുന്നോട്ട് പോവുകയാണ് എന്ന രീതിയിലാണ് ഷാനവാസ് സംസാരിച്ചിരിക്കുന്നത്. മറ്റേ ലാലു നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ വിജയിക്കുകയാണ് എന്ന തരത്തിലൊന്നും പ്രതികരണം ഉണ്ടായില്ല. വളരെ പക്വതയോടെ പാർട്ടി മുന്നോട്ട് പോവുകയാണ് എന്ന് മാത്രം ഷാനവാസ് ഹുസൈൻ പ്രതികരിച്ച് മാറി. എന്തായാലും നേതാക്കളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നടപടിക്രമങ്ങളുടെ പ്രാഥമിക നടപടിക്രമങ്ങളെല്ലാം ഈ 39 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് പാർട്ടിയുടെ ഏജന്റുമാരെ അല്പസമയത്തിനകം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 9 മണിയോടുകൂടി പ്രാഥമിക ഫലങ്ങൾ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുകയും പിന്നീട് 8:30 പോസ്റ്റൽ വോട്ടുകൾ എണ്ണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ 8:30 വോട്ടിംഗ് എണ്ണലിലെ മെഷീനിലേക്ക് കടക്കുകയും 9:30 ചിത്രം വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായി 11 മണിയോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരു പാർട്ടികളുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നു. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു കാര്യമുള്ളത്, നിതീഷും ലാലുവും പട്നയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ BJP ഡൽഹിയിൽ നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കുന്നു എന്ന പ്രത്യേകത മാത്രമാണ് ഉള്ളത്. സന്തോഷ്, തിരിച്ചു വരാം. സന്തോഷ് ആണ് വിവരങ്ങൾ നൽകിയത്. വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് 8 മണിക്ക് തന്നെ. 8:30 പോസ്റ്റൽ ബാലറ്റിൻ്റെ ഫലം അറിയാനാവും. 9 മണിയോടുകൂടി ആദ്യ സൂചനകൾ തന്നെ, ട്രെൻഡ് നിശ്ചയിക്കുന്ന വിധം ആദ്യ സൂചനകൾ തന്നെ വ്യക്തമായി മനസ്സിലാകും. 11 മണിയോടുകൂടി ഏതാണ്ട് ബീഹാർ ആര് ഭരിക്കും എന്ന് തീർച്ചപ്പെടുത്തുന്ന നിർണായക നിമിഷങ്ങൾ എത്തും എന്നാണ് പറയുന്നത്. BJPയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയുണ്ടായി എന്നുകൂടി സന്തോഷ് കൂട്ടിച്ചേർക്കുന്നു. രാജേന്ദ്രൻ, ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിലെ ചില പ്രത്യേകതകൾ: 1, ഉയർന്ന പോളിംഗ് ശതമാനം; 2, സ്ത്രീ വോട്ടർമാരുടെ വലിയ പ്രാതിനിധ്യം. ഇതുകൂടാതെ വലിയ ഒന്ന്, അത് CSDS നടത്തിയ ഒരു സർവേയിൽ അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ ബീഹാറി മൈഗ്രൻ്റ് ലേബേഴ്സ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ജോലി ചെയ്യാനായി പോയ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാനായി ഗ്രാമങ്ങളിൽ മടങ്ങിയെത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അവരെ സ്വാധീനിച്ച ഘടകം മോഡിയാണോ നിതീഷ് കുമാറാണോ എന്നാണ് നമുക്കറിയാനുള്ളത്. ഇത് ബീഹാറിൻ്റെ ആ സാമൂഹ്യ സൂചികകളിൽ നമ്മൾ തൊഴിൽ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാവും. ബീഹാറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബീഹാറിൽ ഏറ്റവും കൂടുതൽ പേർ പ്രതിശീർഷ വരുമാനം 36,143. സേവന മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേർ ബീഹാറിനകത്ത് തൊഴിലെടുക്കുന്ന 55% പേര്. പക്ഷേ കാർഷിക മേഖല 35.5%. ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത, ഇതിനകത്ത് മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ കാണിക്കുന്നില്ല. ഇവരുടെ സർവേ അനുസരിച്ച് ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഈ തൊഴിലിനായി പുറത്തു പോകുന്നത് മലയാളികളാണ്. പക്ഷേ മലയാളികളിൽ ബഹുഭൂരിഭാഗവും പോകുന്നത് ഈ ഉയർന്ന ജോലികൾ താരതമ്യേന ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സോ അല്ലെങ്കിൽ ആ മേഖലയിലല്ലാതെ ആശുപത്രികൾ, അതുപോലെ IT, അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ പേരും പോകുന്നത്. അതേസമയം ബീഹാറിൽ നിന്നും ഏറ്റവും കൂടുതൽ തൊഴിൽ തേടി പോകുന്നത് ഏറ്റവും താഴെ തട്ടിൽ കരുതുന്നത്, ഇപ്പോൾ കൃഷിയിടങ്ങൾ, കർഷക തൊഴിലാളികളായി ആ രീതിയിൽ ഇപ്പോൾ ചേരി പ്രദേശങ്ങളിലെല്ലാം തന്നെ താമസിച്ച് അങ്ങനെ തൊഴിലെടുക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. അവരുടെ ഒരു കണക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതിലെ ഒരു നല്ലൊരു വിഭാഗം പേര് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായി വോട്ട് ചെയ്യാനായി ഗ്രാമങ്ങളിലെത്തുന്നു. അതിന് ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്?
മോഡിയാണോ നിതീഷ് കുമാറാണോ അത് നിർണായകമായിരിക്കും. തീർച്ചയായും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് തന്നെ കയറേണ്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ ബീഹാർ അടുത്തു നിന്ന് നിരീക്ഷിക്കുന്ന രാജേന്ദ്രൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ബീഹാറിൽ നിന്ന് സാധാരണ ജോലിക്കാരായി പുറത്തേക്ക് പോയവർ, കേരളത്തിനൊക്കെ അത് അടുത്ത കാലത്താണ് പരിചിതമായത്, ദില്ലിക്കൊക്കെ അത് വളരെ നേരത്തെ അറിയാവുന്നതാണ്. ബീഹാറികൾ എന്ന പേരിൽ അവഗണന ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ പലയിടത്തും താണതരം ജോലികൾ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ പലപ്പോഴും ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ വളരെ സീരിയസ് ആയിട്ട് കാണാറില്ല. അവർക്ക് തിരിച്ചു വന്ന് വോട്ട് ചെയ്യാൻ കഴിയാറില്ല. അവരിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ്. പുറത്ത് നിന്ന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ബീഹാറി തൊഴിലാളികളെ ബീഹാറിൽ ചെന്ന് വോട്ട് ചെയ്യേണ്ടതുണ്ട്. ബീഹാറിലെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ തങ്ങളുടെ വോട്ട് കൂടി ആവശ്യമുണ്ട് എന്ന് കരുതുന്ന എന്തോ ഒരു ഘടകമുണ്ടായിരിക്കുന്നു. അവരെ ബീഹാറിലേക്ക് പോകൂ എന്ന് അവരുടെ മനസ്സിൽ നിന്ന് ആഹ്വാനം ചെയ്തത് മോദിയോ നിതീഷോ? അതിൻ്റെ ഉത്തരം കൂടി അന്തർഭവിച്ചതായിരിക്കും ഇത്തവണത്തെ ബീഹാറിൻ്റെ ആ വലിയ ജനവിധി എന്ന് ഒരിക്കൽ കൂടി വരയിട്ടുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. രാജേന്ദ്രൻ, ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിതീഷ് കുമാറിൻ്റെ ഒരു ജനസമ്മതി, പ്രത്യേകിച്ച് മധ്യവർഗം, ചെറുപ്പക്കാർ, അവർക്കിടയിലുള്ള ഒരു സ്വാധീനം, ഇതെല്ലാം പറയുന്ന സമയത്ത് തന്നെ ഈ മുതിർന്ന ആൾക്കാർ ഇപ്പോൾ ഒരു 60% മേൽ പ്രായമുള്ളവർക്കിടയിൽ ഇന്നും നിർണായകമായ സ്വാധീനമുള്ളൊരു നേതാവായി പല സർവേകളും ചൂണ്ടിക്കാണിക്കുന്നത് ലാലു പ്രസാദ് യാദവിനെ തന്നെയാണ്. പഴയ പ്രഭാവത്തിന്റെ തലമുറയുടെ ആരാധ്യ പുരുഷൻ, പഴയ തലമുറയുടെ എന്താ വെച്ചാൽ ബീഹാറിന്റെ ഗ്രാഫ് മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു അഴിമതി കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടും ഇന്നും അദ്ദേഹത്തിന്റെ വേലിയിറക്കം പൂർണ്ണമായിട്ടില്ല, മാറിയിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ റാലികളിലെല്ലാം തന്നെ 10,000ങ്ങളാണ് തടിച്ചു കൂടുന്നത്. മാത്രമല്ല റാലികൾ ഇപ്പോഴും ഏറ്റവും വലിയ ഒരു പ്രചാരണ സംവിധാനമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ, പരമ്പരാഗത റാലികൾ.